അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് അവിടുത്തെ സമുദായത്തെ ഓർത്ത്, നമ്മെ ഓർത്താണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ധാരാളം ഹദീസുകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നബിയോരത്തിൽ ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ആയത്തും, അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ആയത്തും സ്വഹാബത്തിന് ഓതിക്കൊടുക്കുന്ന സമയം അവിടുത്തെ രണ്ട് കൈയും മേലോട്ടുയർത്തി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് കാണാം. ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചിട്ട്, എൻ്റെ സമുദായത്തിൻ്റെ കാര്യം, എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം നാളെ എന്താകും എന്നോർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ജിബ്രീലേ, നീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ പോയിട്ട് അവിടുത്തെ സമാധാനിപ്പിക്കണം. എന്നിട്ട് അവിടുത്തോട് പറയണം, അങ്ങയുടെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ അവിടുത്തെ റബ്ബ് അങ്ങയെ ഒരിക്കലും ദുഃഖത്തിലാഴ്ത്തുകയില്ല, സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും എന്ന്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വരുന്നുണ്ട്. എന്നിട്ട് ഓതിക്കൊടുക്കുന്നു, വലസൗഫ യുഅതീക റബ്ബുക ഫതർള. നബിയെ, അങ്ങയുടെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ അങ്ങയുടെ റബ്ബ് അവിടുത്തെ തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യും, ഒരിക്കലും നിരാശയിലാക്കുകയില്ല, ദുഃഖത്തിലാഴ്ത്തുകയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി തങ്ങൾ തിരിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇദല്ലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എൻ്റെ ഉമ്മത്തിൽ വെച്ച് ഒരാളെങ്കിലും നരകത്തിൽ കടക്കുന്നത് എനിക്കൊരിക്കലും തൃപ്തിപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഉമ്മത്തിനോടുള്ള സ്നേഹം എത്രത്തോളം അവിടുന്ന് കാണിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഈ സംഭവത്തിലൂടെ. അത്രയും അധികം ഉമ്മത്തിങ്ങൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ സ്നേഹമാണ് നമുക്കും തിരിച്ചു വേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞതുപോലെ അവിടുത്തെ ഓർത്ത് കരയാൻ നമുക്കും കഴിയണം. എത്രയോ സ്വാലിഹീങ്ങൾ പാടിയും പറഞ്ഞും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്ത് കരയുന്നത് നാം കാണുന്നില്ലേ? ആ രൂപത്തിലുള്ള മഹബ്ബത്ത് നമുക്കും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.